ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാബേജ് വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഉപ്പേരി തയ്യാറാക്കാൻ അറിയാത്തവർ ചുരുക്കേ ഉണ്ടാവുള്ളൂ. എന്നാലും ഈ ഒരു ഉപ്പേരി തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഞാനിവിടെ വയലറ്റ് കാബേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഉപ്പേരി ഉണ്ടാക്കല്ലേ, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മളെ സാധാ കാബേജ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കണില്ല, ഇതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് അങ്ങനെ ചെയ്താലും മതി, ഒന്നും കൂടെ പണി എളുപ്പമാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാബേജ് ആദ്യം ഒന്ന് കഴുകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 2-3 ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണ്ട, ഒന്ന് ഒരു ചമ്മന്തിയുടെ ഒക്കെ പരുവത്തിൽ ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, ഉപ്പ് ഏറാൻ പാടില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ കാബേജൊക്കെ വെന്തിട്ടുണ്ട്, ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുക്കണം. പിന്നെ ഈ തേങ്ങ ചേർത്തതിന് ശേഷം അധികം വേവിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.